ആം ആദ്മി പാർട്ടി എംഎൽഎമാർക്ക് ബിജെപി 15 കോടി വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണം നടത്തണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിരുന്നു. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഓപ്പറേഷൻ താമര എന്ന ആരോപണം ആം ആദ്മി ഉയർത്തിയിരുന്നു. അത് ച്ചതിനു ശേഷം ഒരു അന്വേഷണത്തിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നു. അതിന്റെ അന്വേഷണം എങ്ങനെ നടക്കുന്നു? വിവരങ്ങൾ. തന്നെ ഇപ്പോൾ ആന്റി കറപ്ഷൻ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ലീഗൽ അഡ്വൈസേഴ്സ് അടക്കം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവരെയൊന്നും അകത്തേക്ക് കടത്തിവിടാൻ ഇപ്പോൾ ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ആദ്യം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സഞ്ജയ് സിംഗ് ഒരു ആരോപണം ഉയർത്തുന്നത്. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച MLA-മാരോട് ഇത്തരത്തിൽ BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നും BJP-യിലേക്ക് വരണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത് 16ഓളം MLA-മാരെയാണ് BJP സമീപിച്ചതെന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തിയതിന് പിന്നാലെ BJP ആരോപണം തള്ളിയിരുന്നു. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആരോപണമാണ് ആം ആദ്മി പാർട്ടി നടത്തിയെന്നാണ്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും BJP ആരോപിക്കുകയും ഇതിന് പിന്നാലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് ഒരു പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിലാണ് അല്പസമയം മുമ്പ് VK സക്സേന അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആന്റി കറപ്ഷൻ സംഘം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴി ഇപ്പോൾ ആന്റി കറപ്ഷൻ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ലീഗൽ സംഘം അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവരോട് പറയുവാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു നോട്ടീസ് നൽകുവാനോ ഈ സംഘം തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ലീഗൽ സംഘത്തിലുള്ള भैया एंटी करप्शन ब्यूरो क्या बोल रहे हैं? देखिए, ये सिर्फ और सिर्फ बदनाम करने के लिए अरविंद केजरीवाल को कि उनके घर के बाहर AC भी आई हुई है. यदि इनसे पूछे, इनके पास ना कोई पेपर है, ना कोई नोटिस है, ना कोई इनकी स्टैंप है, कुछ भी बिना किसी डॉक्यूमेंट के, बिना किसी कंप्लेंट के, बिना किसी नोटिस के वहाँ पे अभी पता लग रहा है कि ACB ऑफिस में के अंदर अभी नोटिस टाइप हो रहा है. तो आप यहाँ पे क्या करने आए हैं? आपको क्या बोल रहे हो गया इनको यहाँ पे आए हुए? 1 घंटे से यहाँ पे बैठे हैं, सिर्फ अंदर बैठे हैं, वेट कर रहे हैं. फोन के ऊपर फोन आ रहे हैं, सिर्फ इंस्ट्रक्शंस पूछ रहे हैं, सिर्फ बदनाम करने के लिए. आपको अंदर नहीं अलाउ कर रहे हैं? बाहर बैठे हैं ये अंदर गए ही नहीं है, ये बाहर बैठे हैं. ये यहाँ पे बाहर जो कैंप लगा होता है सिक्योरिटी वालों का, उसमें बैठे हैं. अभी तक अंदर गए ही नहीं. जाएंगे कैसे? कोई पेपर ही नहीं है इनके पास. किस रीजन से आए हैं कुछ इनको पता ही नहीं है. ना कोई डॉक्यूमेंट है इनके पास, इवन खाली पेपर तक नहीं लेके आए हुए हैं कि यहाँ पे नोटिस सर्व कर सके. ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരമെന്ന് പറഞ്ഞത് ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘത്തിനകത്തേക്ക് പോകുവാൻ സാധിച്ചതില്ല. ഇവിടെ തന്നെ പോലീസിന്റെ ഒരു ടെന്റ് ഉണ്ട്. ആ ടെന്റിനുള്ളിലാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘം ഇരിക്കുന്നതെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം ലീഗൽ സംഘം വ്യക്തമാക്കുന്നത്. കൃത്യമായ പേപ്പറുകളോ അതുപോലെ തന്നെ നോട്ടീസുകളോ ഇല്ലാതെയാണ് ഈ സംഘം ഇങ്ങോട്ട് എത്തിയത്. ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണെന്നും ഇപ്പോൾ ഇവർ ആരോപിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലൊരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഉടൻ തന്നെ കൂടുതൽ ആം ആദ്മി പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘത്തിന് അകത്തേക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു സുപ്രധാന വിവരമാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും പരാതി നൽകി അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ഒരു അന്വേഷണത്തിന് ശുപാർശ നൽകി മിനിറ്റുകൾക്കുള്ളിലാണ് ഈ സംഘം ഇങ്ങോട്ട് എത്തിയത്. എന്തായാലും ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. 15 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമായും സഞ്ജയ് സിംഗ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളും ഈ ആരോപണം ഉയർത്തി കാണിച്ചിരുന്നു. പ്രധാനമായും കാണിക്കുന്നത് ഡൽഹിയിൽ BJP അധികാരത്തിൽ വരുമെന്ന് പല എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ, പക്ഷേ ഇത്തരത്തിൽ BJP എന്തിനാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് BJP ഇത്തരം നീക്കങ്ങൾ നടത്തിയെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. എന്തായാലും ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയെങ്കിലും അവർക്കിപ്പോൾ അകത്ത് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അവർ പോലീസിന്റെ ഈ ടെന്റിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ധന്യ. ശരി അരവിന്ദ്.